ഗൈസ് നമ്മളത് കയറാൻ പോകും ജയന്റ് വീൽ. നട്ടും ബോൾട്ടും ഇളകി കഴിഞ്ഞാൽ നമ്മൾ നേരെ കറങ്ങി ആഫ്രിക്കയിലെ ചെന്ന് നിൽക്കത്തുള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് കാലത്തിന് ബ്രേക്കിന് ശേഷം ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. നമ്മുടെ കാസർഗോഡ് ഒരു മെയിൻ ഫെസ്റ്റിവലായിട്ടുള്ള ബേക്കൽ ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാണ് ഇന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബീച്ച് ഫെസ്റ്റാണ്. അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ വരുന്നൊരു ഫെസ്റ്റാണ്. ശരിക്കും കാസർഗോഡ് വലിയൊരു സെലിബ്രേഷനാണ് ഈ ബേക്കൽ ഫെസ്റ്റ് എന്ന് പറയുന്നത്. കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നൊരു സംഗതിയാണ്. ഞാനൊരു 2 വർഷം മുമ്പ് അത് പോയി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് ഭയങ്കര പോപ്പുലറായി ആ പരിപാടി. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മളിന്ന് പോകുന്നത്. അത് നടക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേക്കൽ ഫോർട്ടിനടുത്ത് പള്ളിക്കര എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. അത് നമ്മൾ ആ ബേക്കൽ ഫോർട്ട് പോയ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നൊരു ബീച്ചുണ്ട്, ഒരു ജയൻറ്റ് വീലൊക്കെ ഉള്ള. അപ്പോൾ ആ ബീച്ചിൽ നടക്കുന്നൊരു ഫെസ്റ്റാണ് ഈ സംഭവം. ഒരു 10 ദിവസത്തെ സെലിബ്രേഷൻ, ഒരു ക്രിസ്മസ് ന്യൂ ഇയർ അടുപ്പിച്ച് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഭയങ്കര വലിയ രീതിയിലാണ് നടത്തിയേക്കുന്നത്. ഇപ്രാവശ്യം ഈ ബോംബെ സിനിമ റോജ സോങ്ങൊക്കെ ഷൂട്ട് ചെയ്തല്ലേ, ഷൂട്ട് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ക്രൂവും മണിരത്നം ഡയറക്ടറും ആക്ട്രസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ മെനിങ്ങാന്നായിട്ട്. പിന്നെ റിമി ടോമിയൊക്കെ വന്നു. അടുത്ത ഏറ്റവും മെയിൻ ഇവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വേടൻ്റെ കൺസേർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല, വൻ തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് പോയി ടെസ്റ്റ് അടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓൾറെഡി അത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തൊരു ബീച്ചാണ്. അത്യാവശ്യം പാർക്കും കാര്യങ്ങളും ഷോപ്പും എല്ലാം ഉള്ള ഒരു ബീച്ചാണ് ഓൾറെഡി. നമ്മൾ പോകുന്ന വഴി ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഗൈസ്, ഇതാണ് ഇവിടുത്തെ പാർക്കിങ്. ഇന്ന് പക്ഷെ പൊതുവെ തിരക്ക് കുറവാണെന്നാണ് ജയൻ പറയുന്നത്. ഏകദേശം ആ സൈഡിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബേക്കൽ ഫോർട്ടൊക്കെ വരുന്നത്. അന്ന് അവിടെ നിന്ന് കാണിച്ച ജയന്റ് വീലാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിക്കര ബീച്ച്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നടക്കുന്ന ഫെസ്റ്റാണ് ബേക്കൽ ഫെസ്റ്റ്. അപ്പോൾ കൺസേർട്ടൊക്കെ നടക്കുന്ന ഈ ബീച്ചിൽ തന്നെ ആയിരിക്കും, സ്റ്റേജൊക്കെ കെട്ടിയിട്ട്. ഇവിടെയല്ല, ഇവിടെയാണ് സ്റ്റേജ്. ഇതാണ് വേടൻ പെർഫോം ചെയ്യാൻ പോകുന്ന സ്റ്റേജ് അല്ലേ. നമ്മളിപ്പോ ഇങ്ങനെ ബീച്ച് വഴി ഇങ്ങനെ നടക്കുവാണ്. അപ്പൊ സൈഡിൽ ഫുൾ പാർട്ടി. ഇതിലൊന്നും കയറുന്നുണ്ട് ശരിക്കും, പക്ഷെ എന്റെ കൂടെ ഉള്ള 2 പേർക്ക് കുറച്ച് ഭയമുണ്ട്. അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്തു. ഞാൻ മാത്രം ഒന്ന് പോയി കയറിയാലോ? ഞാനൊന്ന് പോയി പരീക്ഷിക്കാം അല്ലേ? നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് സാധനത്തിൽ കയറാൻ പോകണം കഴിച്ചു. നമ്മളങ്ങനെ 2 പേര് മാത്രം കയറാൻ തീരുമാനിച്ചു. ഭയ്യ എത്ര മിനിറ്റ് ബൈ 10. 100 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ 10 മിനിറ്റ് ഇതിനകത്തിരുന്ന് കറങ്ങാൻ പറ്റും. ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചോ. പേടിയാകുന്നുണ്ട്. പേടിയാവുന്നുണ്ടല്ലേ? എനിക്ക് ചെറിയ പേടിയാവുന്നുണ്ട്. നല്ല പേടിക്കാനുള്ള ഉണ്ട്, പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല, നല്ല പേടിക്കാനുണ്ട്. താഴെ ആൾക്കാര് കേറിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ കുറച്ച് പോകില്ലായിരിക്കും. വലിയ സ്പീഡില്ല. അയ്യോ അങ്ങോട്ട് നോക്കല്ലേ. അയ്യോ നല്ല പേടിയാവുന്നുണ്ട് ഗൈസ്.
ഇതൊക്കെ ഇല്ലെങ്കിൽ ലൈഫിൽ എന്താണ് ഗോയ്സ്. ഇതാണ് പ്രശ്നം. ഗൈസ് ഈ ഡ്രോപ്പാണ് സീൻ. എനിക്ക് യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ. ഗൈസ് ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ ഈ നട്ടും ബോൾട്ട് ഇളകി കഴിഞ്ഞാൽ നമ്മൾ നേരെ കറങ്ങി ആഫ്രിക്കയിലെ ചെന്ന് നിൽക്കത്തുള്ളൂ. ഇദ്ദേഹമാണ് നമ്മുടെ പൈലറ്റ്. ഇതാണ് നമ്മുടെ പൈലറ്റ്. സെറ്റ് സാധനമായിരുന്നു. എടാ ഇത് മറ്റേ ബോട്ട്. എടാ നമ്മള് പേടിക്കത്തില്ലെന്ന് വിചാരിക്കത്തില്ലേ? നല്ല പേടി. ഇവിടെ നീങ്ങോട്ട് വീഴുമ്പോ സീനാണ്. ഗൈസ് 5ൽ 4 ബലൂൺ പൊട്ടിച്ചിട്ട് മാസായിട്ട് പോവാണ് ഗൈസ്. എത്രണ്ണം പൊട്ടിച്ചേ? 2 ഞാൻ 5ൽ 4. അത് എനിക്കപ്പ സെറ്റപ്പ് മനസ്സിലായില്ല. ഇനി കിട്ടിയ ഞാനും 5 പൊട്ടിക്കും. സെറ്റപ്പ് മനസ്സിലായി. ഇനി പ്രോപ്പർ എയിം മിസ്സാവാതെ നമ്മള് വെടി വയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. സെറ്റാണ്. ഇത് മറ്റേ മെഷീൻ വെച്ചിട്ട് ബോള് എറിയുന്ന സാധനം. ബാറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ബാറ്റ് ചെയ്യാം. ഇത് നടക്കൂല. ഇത് വൻ സ്പീഡിലാണ് അല്ലെങ്കിൽ തന്നെ മര്യാദയ്ക്ക് കൊള്ളുന്നില്ല. എന്റെ മോൻ ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് പെർമനന്റ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ പെർമനന്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ട്രാക്കും പരിപാടിയൊക്കെ സെറ്റ് ആക്കിയിട്ട് RC കാറൊക്കെ ആയിട്ട് പയ്യന്മാര് പൊളിക്കുന്നുണ്ട് ഗൈസ്. ഓ ഗൈസ് എനിക്ക് തെറ്റിയതാണോ എന്നറിയില്ല. ഞാൻ ഇത്രയും ഡെവലപ്പ് ചെയ്ത ഒരു ബീച്ച് നമ്മൾ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല. കാരണം ബീച്ചിന്റെ സൈഡിൽ ഇത്രയും വലിയ പാർക്കും ഫൺമേനിയ എന്ന് പറഞ്ഞ ഗെയിമിംഗ് സോൺ, പിന്നെ ഇങ്ങനെ ഒരു ഫുഡ് സ്ട്രീറ്റ്, ഇതൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഗൈസ്. മുഴുപ്പിലങ്ങാട് ബീച്ചും ഇതേപോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര ഗംഭീരമാണ്. പിന്നെ നമ്മള് ആ ഭാഗത്തൊക്കെ കാണുന്ന കുറെ ടെന്റ് വെച്ചിട്ടുള്ള കുറെ സ്റ്റോളൊക്കെ ഉണ്ട്. അതേപോലെ ഈ പുറയിൽ കാണുന്ന ഷോപ്പ്, ഇതൊക്കെ ഇവിടെ പെർമനന്റ് ആണ് ഗൈസ്. ഇത് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതല്ല. അതാണ് ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ഫെസ്റ്റിന്റെ ഭാഗമല്ല. ഇത് ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. ഫുഡ് കോർട്ട്, RC കാർ, കാര്യം അതൊക്കെ കോൺക്രീറ്റ് ചെയ്ത ചെറിയ ചെറിയ ബിൽഡിങ്സിലാണ് ഇരിക്കുന്നത്. അമ്യൂസ്മെന്റ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ഫൺമേനിയ എന്ന് പറഞ്ഞ ഗെയിമിംഗ് സെന്റർ, നമ്മളെ കണ്ട ക്രിക്കറ്റ്, RC കാറിന്റെ ഇപ്പൊ അവര് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ട്രാക്കൊക്കെ. അതേപോലെ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഫുൾ ലൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. ശരിക്കും അടിപൊളി ഒരു സെറ്റപ്പ്. ഗൈസ് നമുക്ക് ജയൻ ഭയങ്കര ഗംഭീര ഒരു കണ്ടന്റ് തരാൻ പോകണമെന്നാണ് പറയുന്നത്. പാമ്പിനെ എടുത്ത് തോളയിടാൻ പോകാനാണ് പറയുന്നത്. കണ്ടന്റിന് വേണ്ടിട്ട് ഉണ്ടാവും. നോക്കാം. എൻട്രൻസ് റിയലി ബ്യൂട്ടിഫുൾ ഗൈസ്. നമുക്കിവിടെ കാണാൻ പറ്റുന്ന വേറൊരു സംഗതിയാണ് ബേക്കൽ പെറ്റ്സ് ഫോറസ്റ്റ്. ഇത് നമ്മുടെ സൂ പോലെ ചെറിയൊരു പെറ്റ്സിന്റെ സംഭവങ്ങൾ. പക്ഷെ ഇതൊക്കെ നമ്മൾ ഈവനിങ് വരണം അല്ലേ? സൺസെറ്റിന്റെ സമയത്ത് വന്നാൽ സെറ്റായിട്ട് കാണാനൊക്കെ പറ്റും.
ആ ഇത് മറ്റേ ഇതല്ലേടാ, മക്കാക്കോ എന്താ എൻ്റെ പേര്? അല്ല, പേര് പറഞ്ഞല്ലോ. ഇത് കുറേ വെറൈറ്റി കിളികളാണ് ഗൈസ്. ആ മക്കാവോ മക്കാവോ മക്കാവോ. ആ ഇതാണ് നമ്മുടെ ജയൻ നമുക്ക് തരാൻ പോകുന്ന കണ്ടന്റ്. ഇന്നത്തെ സ്പെഷ്യൽ കണ്ടന്റ് ആണ് ഗൈസ്. ഫോട്ടോ എടുക്കണം, ഞാൻ എടുക്കാം. എടാ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇതിന് അപ്പോൾ വിഷമൊന്നുമില്ല? അതെല്ലാം മാറ്റിയിട്ട് വെച്ചേക്കാണോ? ഇത് വിഷമില്ല സാധനമല്ല, പാമ്പല്ല. ഓർണമെന്റൽ. യൂട്യൂബിൽ വല്ലപ്പോഴും വീഡിയോ ഇടുന്നേ ഉള്ളൂടാ. എടാ ഇവിടെ ഒന്ന് തൊട്ട് പോയിക്കോട്ടാ. സിമ്പിളാണല്ലേ? സിമ്പിളാണ്. വേണ്ട ഇഗ്വാന, നമ്മുടെ ബേക്കൽ പെറ്റ്സിന്റെ എല്ലാമായ അർജുൻ ഇവിടെ വന്നാൽ ഇവൻ ഇവിടെ കാണും. എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? എന്താ കാണിച്ച ഇപ്പൊ 500. ട്രെൻഡിനൊപ്പം. ഇവിടെ നമ്മുടെ ഒരു അക്വേറിയം കൂടെ ഉണ്ട്, അതുകൂടെ കണ്ടിട്ട് നമ്മൾ മെല്ലെ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഗൈസ്. കാർപ്പാ. ഓ ഈ ലൈറ്റ് കാണാൻ എന്ത് രസം നോക്കിയ. സെറ്റ്. നമുക്കങ്ങനെ ബാക്കിൽ നമ്മുടെ ഫ്രണ്ടിനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അർജുൻ ആൻഡ് സച്ചിൻ. അതെയാ? എടാ എന്നിട്ട് ഗൈസ് ഇവൻ സെലിബ്രിറ്റിയാണ് ഗൈസ്. ഇവിടെ KL ബ്രോ ബിജുവിന്റെ ഒക്കെ ചാനലിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെ അക്കി അറിയില്ല. അഗി കാഞ്ഞങ്ങാടാ അല്ലല്ല? അതാ മറ്റേ പാട്ടൊക്കെ പാടുന്നേ അതല്ല. അതേപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീച്ചിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു പാർക്ക്, അതേപോലെ അതിനുള്ളിൽ ഇങ്ങനെ ഒരു പെറ്റ്സിനായിട്ടുള്ള പാർക്ക്, ഒരു ഗാർഡൻ, ഇങ്ങനെ സെറ്റപ്പ് ഭയങ്കര അടിപൊളി ഒരു ഇനിഷ്യേറ്റീവാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് പോയിരിക്കാനായിട്ട് ഇപ്പോൾ കനകക്കുന്ന്, അതൊക്കെ ഓപ്പോസിറ്റുള്ള സരോവരം, പുതിയ മാനവീയം, എറണാകുളത്താണെങ്കിൽ ക്യൂൻസ് ഡേ, കോഴിക്കോടാണെങ്കിൽ നമ്മളുടെ ബീച്ച്, അങ്ങനെയൊക്കെ ഉള്ള പോലെ കാസർഗോഡ് നമുക്ക് അടിപൊളിയായിട്ട് ഒന്ന് ഫാമിലിയായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ പള്ളിക്കര ബീച്ച്. അത് ഭയങ്കര ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. മുയൽ. ആഹാ. ബീഗിൾ. ബീഗിളിന്റെ പെറ്റ് നെയിം എന്ത്? ചാപ്പി. ഹസ്കി. എവിടെ ഹസ്കി? അതിനുള്ളിൽ ഹസ്കി ഉണ്ട് ഗൈസ്. ഡാഷിനെ ഇവിടെ കാണാനില്ല. ഇത് നമ്മുടെ ഇന്ത്യൻ ഡോഗ്. ഇവൻ്റെ പേര് അർജുൻ. അർജുനെ നമ്മൾ അപ്പുറത്തും കണ്ടില്ലേ? നമ്മുടെ അർജുൻ. ഈ അവന്മാർ അടിപൊളിയായിരുന്നു. അവന്മാർ നല്ല കമ്പനിയുള്ള പയ്യന്മാർ. ഇവിടെ വരുമ്പോൾ ഇനി കാണാൻ പറ്റും അവന്മാർ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. ഇതാണ് യമു, ടാൻസ്മാനിയൻ യമു. നമ്മൾ ഇവിടുത്തെ കിളികളെ ഫീഡ് ചെയ്യാൻ പോകണം. കോണൂറിനെ ഫീഡ് ചെയ്യാൻ പോകണം. ഇങ്ങനെ കൈവച്ചാൽ പോരാടാ.
എൻ്റെ അമ്മോ. Guys. എന്താണ് കോണൂറാ പേര്? പൈനാപ്പിൾ കൊണൂർ. പൈനാപ്പിൾ കോണൂർ നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് ഗ്രീൻ ചിക്ക് കൊണൂർ എന്ന് പറയും. ഓ എല്ലാം വേറെ വേറെയാ? ഇതിന്റെ കളർ വെച്ചിട്ട് മനസ്സിലാവും അല്ലേ? മക്കാവ് ഒരെണ്ണമാണ് ഇതിനകത്തുള്ളത്. ഇതിൽ ഒരെണ്ണമല്ല, അത് ബേബിയാണ്. ഇത് അത് ഒന്ന് മാത്രം എന്താ ഇത് ഇവിടെ വെച്ചേക്കുന്നത്? അവിടെ രണ്ടെണ്ണം, അവിടെ വേറെ. അത് വലുതായതുകൊണ്ടാ? ഇത് വെച്ചാൽ ഇവനെ കയ്യിലെടുത്ത് ശീലിപ്പിക്കാൻ വേണ്ടി ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കുക. അവിടെ ഒരാള്. ഓ ഇത് സെറ്റപ്പ് ആണല്ലേ? പേജിന്റെ പേര് പപ്പൻ എന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാ, പക്ഷെ അത് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്നും ആയിട്ടൊന്നുമില്ല. ആകെ 2-3 വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഞാൻ അടുത്ത ബേക്കൽ ഫെസ്റ്റിന് വരുമ്പോഴത്തേക്ക് അടുത്ത ബേക്കൽ ഫെസ്റ്റിന് വരുമോ? നീ തിരിച്ചറിയോ എന്നെ? അടുത്ത ബേക്കൽ ഫെസ്റ്റിന് വരുമോ? വരും പിന്നെ. എങ്ങനെ? ഞാൻ ഇതിനായിട്ട് വരും. എങ്ങനെ? ഫെസ്റ്റിനായിട്ട് വരും. കഴിഞ്ഞ ദിവസം പാമ്പ് അപ്പുറത്താണ്ടായില്ലേ? അല്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഇവര് ഒരു പാമ്പിനെ മാത്രമേ എടുത്തിരുന്നുള്ളൂ. ഈ പക്ഷികളില്ല, പിന്നെ എഡ്ജോഗ് ഉണ്ട്, അതിനെ തരുന്നില്ല. ഇഗ്വാനിനെ എടുക്കുന്നില്ല, പിന്നെ സ്കോർപ്പിന് അതിനൊന്നും എടുത്തിരുന്നില്ല. അതായത് നമുക്ക് കയ്യിൽ തരുന്നില്ല. ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് കയറിയതാണ്. അവിടെ ഞാൻ ചോദിച്ചാൽ എൻ്റെ റിസ്കിൽ ഞാൻ എടുത്തോട്ടേന്ന്. ഞാനിത് 3 വർഷത്തോളം ഇതിൻ്റെ പുറകിലാണ്. അത് കണ്ടു അടിപൊളിയാണ്. ഇപ്പൊ ഇവിടുത്തെ ഹൈലൈറ്റ് ഇതാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാലേ, +2 പഠിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഒരു പാഷനും ചിന്തിക്കുന്നില്ലേ? ഞാൻ 8ാം ക്ലാസ്സിലാണ് ഇതിന് പോയത്. 8ാം ക്ലാസ്സിൽ പോയതെന്നല്ല, ഞങ്ങൾക്കിത് പണ്ട് മുതൽ എൻ്റെ അടുത്ത് പ്രാവുകളുണ്ട് ഇഷ്ടം പോലെ. 10-20 പ്രാവ് ഇപ്പോൾ ഉണ്ട്. പക്ഷികളാണ് നിന്റെ കമ്പം. ഞങ്ങള് ഇപ്പൊ നാളെ ഇന്ന് പരീക്ഷ ഉണ്ട്, പരീക്ഷയ്ക്ക് പോയിട്ടില്ല. +2. ശരി, പരീക്ഷയ്ക്കൊക്കെ പോണം കേട്ടോ. അല്ല, പോവാണ്ടെന്നല്ല, ഇവിടെ അത് പിന്നെ മെയിൻ എക്സാം അല്ലല്ലോ. അല്ല, ക്രിസ്മസ് ആയതുകൊണ്ട് പ്രശ്നമില്ല. മെയിൻ എക്സാമിൽ നമുക്ക് ഇതുള്ളൂ. എല്ലാ 6 വിഷയത്തിലും ഡെവലപ്പേഴ്സ് ആയതുകൊണ്ട് പിന്നെ അത്ര ഇത് കൊടുക്കാറ്. നിന്റെ ഡ്രീം സാധനം, ഡ്രീം പക്ഷികൾ എന്തൊക്കെയാണ്? അക്കൗണ്ട്സിന് മേടിക്കണം. റെഡ്, ഗ്രീൻ ഉണ്ട്. ഗ്രീൻ, റെഡ്. ആ ബ്ലൂ ഇല്ലേ, ബ്ലൂ കണ്ണ് യെല്ലോ വരുന്നത്, അത് റെയറാണ്. അത് ഗൾഫ് രാജ്യത്ത് അധികം ഉണ്ട്. ഇന്ത്യയില് 3 പീസ് ഒട്ടാകെ ഉള്ളൂ. ഇന്ത്യയിൽ ഒട്ടാകെ 3 പീസേ ഉള്ളൂ. ആ സാധനത്തിന് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ 3 ലക്ഷം റുപ്യ ആ സാധനത്തിനാവും. പിന്നെ അതിന്റെ പാസ്പോർട്ട്, അതിന്റെ ഇതിനൊക്കെ മറ്റേതെല്ലാമായിട്ട് എങ്ങനെ പോയാലും ഒരു 5 ലക്ഷം റുപ്യ കാണണം. പിന്നെ ഇതുകൊണ്ട് ഇല്ല താല്പര്യ. പിന്നെ ഇത് ഏടെ കണ്ടാലും ഇത് ഈ മക്കളോട്. ഞാൻ ഇവിടെ വന്നിട്ടില്ല, എന്താന്നറിയോ, ചെക്കന്മാരെല്ലാം അടിപൊളിയാണ് കേട്ടാ. പിന്നെ നമ്മളെ ജെൻസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാ പയ്യന്മാര് +1 +2 പഠിക്കുന്ന ആൾക്കാരാണ് എല്ലാം ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഉള്ളത് ഇപ്പൊ ഇവിടെ ബീച്ചിൽ തന്നെ ഇത് കാണുന്ന NCC പിള്ളേരും സ്കൗട്ട് ആൻഡ് ഗൈഡൻസ് ആണ്. അപ്പുറത്തുള്ള പിള്ളേരോട് കുറെ സംസാരിച്ചിട്ട് വന്നേ ഉള്ളൂ. അവരെല്ലാം അടിപൊളിയാണ്. അർജുൻ, സച്ചിൻ, അവരെല്ലാം ഇപ്പൊ ഈ ഫെസ്റ്റിനായിട്ട് അതെ, പക്ഷെ അവരോട് കുറെ സംസാരിച്ചു. ആ ഒരു പാമ്പ് ഇവരെടുത്തരും, 2 പാമ്പ്, കോൺ സ്നേക്കും ബോൾ പൈത്തൺ. പിന്നെ റാറ്റ് സ്നേക്കും ഉണ്ട്, മെലിഞ്ഞത്. ആ മെലിഞ്ഞുള്ള വൈറ്റ് ഉണ്ടല്ലേ, അത് ഇവരെടുക്കില്ല. അത് ഞാൻ എടുക്കുമ്പോ മക്ക 2 കടിയായിരുന്നു. അത് കടിക്കുമല്ലേ? ട്രെയിൻ ചെയ്തെടുക്കുന്ന. അത് കടിച്ചു കഴിഞ്ഞാല് പ്രശ്നമില്ല. അതിന് വാക്സിനൊന്നും കൊടുക്കണമെന്നില്ല. പക്ഷെ നമ്മള് കൊടുക്കുന്ന ഫുഡ് ഏതാണെന്ന് നോക്കിയിട്ടാണ് അതിന്റെ വിഷാംശങ്ങൾ കയറാം. നമ്മൾ ഇന്ത്യൻ എലികൾ, നാടിപ്പോ കുറെ കുഞ്ഞു എലികളാണല്ലേ, അത് ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. അത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ ഓരോ ആള് കഴിയുമ്പോൾ എറണാകുളത്തു നിന്ന് അവിടെ നിന്ന് ഇടുന്നെല്ലാം വാങ്ങുന്നതാണ്. അപ്പൊ ഇതിനെ ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ടീംസ് ഉണ്ട്. ആ ടീമിനോട് വാങ്ങി എടുക്കില്ല. ഒരു ആഴ്ചയിൽ 1 ദിവസമാണ് അവർക്ക് ഫുഡ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ 48 മണിക്കൂർ റെസ്റ്റ് വേണം. അല്ലെങ്കിൽ അവർ വൊമിറ്റ് ചെയ്ത് ഡെത്തായി പോകും. അത് ഈ പെരുമ്പാമ്പ് എന്ന് വെച്ചാല് നമ്മളെ ഇന്ത്യൻ പെരുമ്പാമ്പിനെ വിറിങ്ങിയ സാധനം ഇവര്
പാമ്പ് പിടിക്കുന്ന അവർ തന്നെ ബിതുങ്ങി കഴിഞ്ഞിട്ട് ആ. ഇവരെ പിടിക്കുമ്പോൾ വോമിറ്റ് ചെയ്യുന്നില്ല, ആ പിന്നെ ജീവിക്കൂല, ആണോ? അത് ഡെത്ത് ആയി പോകും. സംഭവം എന്താന്ന് വെച്ചാലേ ഇത്ര ചെറിയ പ്രായത്തിൽ അവന്മാരുടെ പാഷൻ കണ്ടില്ലേ. ഞാൻ ഈ പ്രായത്തിൽ പക്ഷെ പോവായിരുന്നു, കാറ്ററിങ്ങിനൊക്കെ പോവായിരുന്നു. പക്ഷെ ഇതൊരു വെറൈറ്റി ധാരണയുണ്ട്. പിള്ളേരൊക്കെ വെരി നൈസ് ഗൈസ്, അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നമ്മളൊരു ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ? തീർച്ചയായിട്ടും. ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ ഫെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി, നമ്മൾ തിരിച്ചതാ വണ്ടിയുടെ അടുത്ത് എത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ. ബൈ.